കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുക. നേരെ മറിച്ച് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിലോ നിങ്ങൾ 2 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയുക. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യം നടക്കുന്നത്, മറിച്ച് അള്ളാഹു വിചാരിച്ചതുപോലെയാണ് നിങ്ങളുടെ കാര്യം നടക്കുന്നത്. കാരണം നിങ്ങളെക്കാൾ ഏറ്റവും അറിവുള്ള അള്ളാഹു നിങ്ങൾക്കായി വേറെ എന്തോ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ പോകുന്നത്. അപ്പോൾ അള്ളാഹു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ലഭിച്ചേക്കാം, ചിലപ്പോൾ 1 വർഷം എടുക്കാം, ചിലപ്പോൾ 5 വർഷം എടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുലെ നല്ലൊരു വിശ്വാസം, നല്ലൊരു തവക്കുൽ കാര്യങ്ങൾ ബലമേൽപ്പിക്കുക. നമ്മളുടെ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. കാരണം കാര്യത്തിൽ അള്ളാഹുവിന് നല്ലൊരു തീരുമാനമുണ്ട്. എന്നെ അറിയുന്ന അള്ളാഹു, എന്റെ ഉമ്മയെക്കാൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അള്ളാഹു എനിക്ക് നല്ലത് തരും, ഉറപ്പാണ് എന്ന വിശ്വാസത്തോടെ പോയാൽ അള്ളാഹു തന്നിരിക്കും. നമ്മൾ എങ്ങനെയാണോ റബ്ബിനെ കാണുന്നത് അതുപോലെ തന്നെയാണ് അള്ളാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, ടെൻഷനും വേണ്ട. കിട്ടാതെ പോയതൊന്നും നിങ്ങൾക്ക് കിട്ടേണ്ടതല്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എന്നും പോസിറ്റീവ് എനർജിയോടെ ജീവിക്കുക ഇൻഷാ അല്ലാഹ്.